ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈം സീരീസ് അനാലിസിസിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. ഇപ്പോഴും നമ്മുടെ പല ആളുകളും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെയാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന ഒരു എഫേർട്ടിന് തരുന്നൊരു റിവാർഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് അറിയിക്കപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മാക്സിമം നിങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ആവുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്ന നോൺ ലീനിയർ ട്രെൻഡ്സ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലീനിയർ ട്രെൻഡ് എന്താണെന്ന് ഇക്വേഷൻ വൈസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ലീനിയർ ട്രെൻഡ് പറഞ്ഞാൽ നമുക്കറിയാലോ, ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നതെങ്കിൽ അത് ലീനിയർ ട്രെൻഡാണ് കാണിക്കുന്നത്. നോൺ ലീനിയർ ട്രെൻഡ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ട് പാരാബോളിക് ഉണ്ട്, ജോമെട്രിക് ഉണ്ട്, എക്സ്പോണൻഷ്യൽ കോമ്പറ്റ്സ് ആൻഡ് ലോജിസ്റ്റിക് ടൈപ്സ് ആണുള്ളത്. നമുക്കിവിടെ ആകെ നോക്കാനുള്ളത് ജസ്റ്റ് സെക്കൻഡ് ഡിഗ്രി പാരാബോളയും അതേപോലെ ഒരു എക്സ്പോണൻഷ്യൽ മെത്തേഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വേണ്ടതായിട്ട് രണ്ട് ടോപ്പിക്ക് ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നോക്കുക. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി പാരാബോള. ആ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതറിയാം, നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്യണം ചെറിയതായിട്ട്. നമ്മൾ ഇതുവരെ ചെയ്തത് a+bx ആയിരുന്നു അല്ലേ, y=a+bx ആയിരുന്നു. ഇവിടെ നമുക്ക് ഒരു ഡിഗ്രി കൂടി എക്സിന് വരികയാണ് ചെയ്യുന്നത്, x² കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇക്വേഷൻ y=a+bx+cx² എന്നായിട്ട് മാറുകയാണ്. കാരണം ആ പേരിൽ പറഞ്ഞ പോലെ എക്സിന് നമ്മൾ ഇതുവരെ bx വരെ കണ്ടുള്ളൂ, പക്ഷെ ഇവിടെ bx² കൂടി കടന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 3 ഇക്വേഷൻസ് ആണ് ഇവിടെ ചെയ്യാനുള്ളത്. ഒന്ന് na+b σx + c σx². അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ളത്. ഒന്ന് σy കാണണം, σxy കാണണം, σx²y കാണണം. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ്. നിങ്ങൾ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. കാരണം σy കാണണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്, na+b σx + c σx² അല്ലേ. ഇനി σxy കാണുമ്പോൾ എന്താണ്, a σx, b σx², c σx³. അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ, എയും ബിയും സിയും ഉണ്ട്. ഇവിടെ σx, ഇവിടെ σx², ഇവിടെ σx³. ഇനി x²y ആവുമ്പോൾ എന്തായിരിക്കും, സെയിം തന്നെ a b c നമ്മൾ ആദ്യം എഴുതണം. ഇവിടെ x² x³ x⁴. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ 3 ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ വരുന്ന ഫോർമാറ്റ് ഇങ്ങനെയാണ്. y=a+bx+cx² എന്നുള്ള ഇക്വേഷനിലേക്ക് വരും. ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് വാല്യൂസും കിട്ടും. അത്രയേ ഉള്ളൂ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫോളോയിങ് ടേബിൾ പ്രസൻറ്റ്സ് ഡാറ്റ ഓൺ ദ ആനുവൽ പെർസെൻറ്റേജ് ഓഫ് എക്സ് ഇൻക്രീസ് ഇൻ ഗുഡ് ട്രാഫിക് ഇൻ നേഷൻ റെയിൽവേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 5 വർഷമാണ്, 2000 മുതൽ 2004 വരെ തന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കണക്കും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫിറ്റ് എ പാരാബോളിക് കർവ് ടു ദ ഡാറ്റ. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എസ്റ്റിമേറ്റ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഫോർ ദ ഇയർ 2005. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2000 മുതൽ 2004 വരെ തന്ന വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോയിരിക്കുകയാണ് അല്ലേ. 11.5, 16, 21, 25, 31 അങ്ങനെ. അപ്പോൾ 2005 എന്ത് വാല്യൂ ആണ് ഇവിടെ വരിക എന്നുള്ളതും കൂടി നമ്മളോട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരാബോളിക് കർവിൻ്റെ ഇക്വേഷൻ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. y=a+bx+cx² എന്ന് ആദ്യം എഴുതാം. ആ 3 ഇക്വേഷനും ഇവിടെ എഴുതി, σy, σxy, σx²y. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, na+b σx + c σx². അപ്പോൾ ആ 3 ഇക്വേഷൻ നമ്മൾ എഴുതി. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണ്ട സംഭവങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ആദ്യം ഇയർ എഴുതി, വാല്യൂ എഴുതി തന്നത്. ആ വാല്യൂവിനാണ് y എന്ന് പറയുന്നത്. വൈയുടെ ടോട്ടൽ കണ്ടുവയ്ക്കുക 107.3. ഇനി കാണേണ്ടത് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ വേണമല്ലോ. അപ്പോൾ എക്സ് കാണണം, xy കാണണം, x² കാണണം, x²y കാണണം, x³ കാണണം, x⁴ കാണണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്,
നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ മിഡിൽ ഇയർ എടുക്കുക, അത് ആദ്യത്തെ ഇയറിൽ നിന്ന് ലെസ് ചെയ്തിട്ടും ആഡ് ചെയ്തിട്ടൊക്കെ നോക്കുമ്പോൾ എത്രയാണ് വരുന്ന ഡിഫറൻസ് എന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് ഇയർ 2002 കേട്ടോ. ഇത് തെറ്റാണ്, 97 എന്നുള്ളത് തെറ്റാണ്. 2002 നമ്മൾ എടുക്കുന്നത്, കാരണം അവിടെ അല്ലേ 0 വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 2000 മൈനസ് 2002, അപ്പോൾ നമുക്ക് എത്ര വരും? -2. 2001 മൈനസ് 2002, അപ്പോൾ -1. 2002 നേരെ 0, പിന്നെ 1 ആഡായി, 2 ആഡായി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എക്സ് വാല്യൂസ് കിട്ടി, അത് 0 ആയി പോയിട്ടുണ്ട്. കാരണം -2ഉം -1ഉം മുകളിലും +1ഉം +2ഉം താഴെയാണ്. അപ്പോൾ രണ്ടും ഈക്വലായിട്ട് അത് കട്ട് ചെയ്ത് പോവുക ചെയ്യുന്നത്. അടുത്ത കോളം XY ആണ്. XY എന്ന് പറയുമ്പോൾ X ഇൻറ്റു Y ആണ്. X ഇൻറ്റു Y എന്ന് പറയുമ്പോൾ Y വാല്യൂ 11.5 ഇൻറ്റു -2 ആണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് x² ആണ്. x² എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ആദ്യത്തെ -2 ആണ്. -2ൻ്റെ സ്ക്വയർ 4, -1ൻ്റെ സ്ക്വയർ 1, അങ്ങനെ നമ്മൾ ഇതിൻ്റെ വാല്യൂ കാണുന്നു. അടുത്ത കോളം x² y ആണ്. അപ്പോൾ x² എത്ര നോക്കുക? ആദ്യത്തെ x² എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4 ഇൻറ്റു y എന്ന് പറയുന്നത് 11.5 ആണ്. അപ്പോൾ 4 ഇൻറ്റു 11.5 ആണ് 46. അങ്ങനെയാണ്. അങ്ങനെ ഓരോന്നും കാണുക കേട്ടോ. അതിൻ്റെയൊക്കെ ടോട്ടലും കാണണേ. ആൻഡ് x³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വില -2 ആണെങ്കിൽ അത് 3 പ്രാവശ്യം എഴുതി ഇൻറ്റു ചെയ്യുമ്പോൾ -8 ആയി. പിന്നെ x⁴ എന്ന് പറയുമ്പോൾ വീണ്ടും 4 തവണ എക്സ് വാല്യൂ എഴുതിയിട്ട് ഇൻറ്റു ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ഓരോ കോളവും കണ്ടുപിടിച്ചു, ടോട്ടൽ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? y = 5 na + bx + cx² ആണ് നമ്മൾ ഇക്വേഷൻ ഉള്ളത്. പക്ഷേ നമുക്കിവിടെ അറിയാവുന്ന കാര്യങ്ങൾ വൈയുടെ വാല്യൂ ഉണ്ട് 107 എന്നുള്ളത്. NA എന്ന് പറയുന്നത് നമ്പറാണ് പറയുന്നത്, 5 എണ്ണാണ്, 5 വർഷമാണ്. 5 എയുടെ വാല്യൂ അറിയില്ല. ഇവിടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എയും ബിയും സിയും കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ ചെയ്യാനുള്ള ആകെ. അപ്പോൾ 5a + പിന്നെ bx അറിയില്ല, പിന്നെ 10c ആണ്. അപ്പോൾ 10 എന്ന് പറയുന്ന വാല്യൂ x² ആണ് അല്ലേ. അപ്പോൾ cx² എന്ന് പറയുമ്പോൾ സിയുടെ വാല്യൂ അറിയില്ല, x² 10 ആണ്. അപ്പോൾ 10c എന്നായി. രണ്ടാമത്തെ ഇക്വേഷൻ σxyൻ്റെ ഇക്വേഷനാണ്. നമുക്ക് അറിയുന്നത് ആകെ σxy 49.1 അറിയാം. പിന്നെ ആ ഇക്വേഷനിലേക്ക് വേണ്ട എയുടെ വാല്യൂ സിയുടെ വാല്യൂ ഒന്നുമില്ല, bx മാത്രമേ അറിയുള്ളൂ. അടുത്തത് σx²y ആണ്. അപ്പോൾ അതിൽ നമുക്ക് അറിയുന്നത് എന്ന് പറയുന്നത് 214.9 ഈക്വൽ ടു അവിടെ എയുടെയും സിയുടെയും വാല്യൂ നമുക്കറിയാം 10a + 34c. നമ്മുടെ ഇക്വേഷനിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇക്വേഷനിലെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് ക്ലിയർ ആവില്ലെന്ന് അറിയില്ല. ഈ ഇക്വേഷനത്തെ കാര്യമാണ് പറയണത്. σx²y എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. a σx², എയുടെ വാല്യൂ നമുക്ക് അറിയില്ല. b σx³ + c σx⁴. അപ്പോൾ ഇവിടെ നോക്കൂ, a σx² എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് a σx², a അറിയില്ല, σx² എത്രയാണ്? 10 അറിയാം, അതിവിടെ എഴുതി. പ്ലസ് b σx³ നമുക്കറിയില്ല, പ്ലസ് c σx⁴. c σx⁴ പറയുമ്പോൾ 34 ആണ്, 34c ആണ്. ഓക്കെ, അങ്ങനെ 3 ഇക്വേഷൻ എഴുതി. ഇനി ഇതിൽ ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തെ ഇക്വേഷനാണ്. അതായത് ഇവിടെ നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇക്വേഷൻ മാത്രമാണ്. കാരണം 49.1 എന്ന് പറയുന്നത് 10b ആണെങ്കിൽ ബിൻ്റെ വാല്യൂ എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ? b = എന്ത് വരും? 49.1/10 എന്ന് വരും. അപ്പോൾ 4.91 ബിയുടെ വില നമുക്ക് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുക. 10a + 34c ആണ് 214.9 എങ്കിൽ നമുക്ക് ഇനി 10ലേക്ക് കൺവേർട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഏതിനായിരിക്കും? ഫസ്റ്റ് ഇക്വേഷനാവും. കാരണം ഇവിടെ 5a ഉണ്ട്. അപ്പോൾ ഇവിടെ 10a ആണ് ഓൾറെഡി. അപ്പോൾ ഇവിടെ ഒരു 10a ആവുകയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്താൽ മതി? 10a ആക്കണമെങ്കിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 × 5 10a + 2 × 10 20c = 107. 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായി? 10a എന്ന് വന്നു. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് സിയുടെ വിലയാണ് ഇവിടെ. ബിയുടെ ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സിയുടെ വില നമുക്ക് ഇതൊന്ന് കിട്ടാൻ പറ്റും. അപ്പോൾ സിയുടെ വില കിട്ടണമെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് -c ആണ് ചെയ്യേണ്ടത്.
അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 14C = 0.9 വരും. അപ്പോൾ സി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 0.9/14. അപ്പോൾ ചെയ്യുമ്പോൾ 0.064 കിട്ടി. അപ്പോൾ സിയുടെ വിലയും കിട്ടി, ബിയുടെ വിലയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്റ്റിംഗ് 1 5A ആ ഒരു ഇതിൽ നോക്കുക എന്ന് വെച്ചാൽ 5A സബ്ട്രാക്റ്റിംഗ് അല്ല, നമ്മൾ ഈ കിട്ടിയ വാല്യൂസ് ഒന്ന് ഇനി നമുക്ക് കിട്ടാത്ത ബിയും സിയിലും. അപ്പോൾ എ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എ ഉള്ള ഒരു ഇക്വേഷൻ എടുക്കുക. 5A + 10C 5A + 10C എന്ന് പറഞ്ഞാൽ 10 × ഇപ്പോൾ സിയുടെ വില ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് = 107. ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് A = എന്ത് വരും? 107 - 0.64 / 5A എന്നുള്ളത് 5നെ താഴ്ത്തി കൊണ്ടുവന്നു. എയുടെ വില 21.27. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ പാരാബോളിക് കർവ് എന്ന് പറയുന്നത് y = A + B σx 21.27 നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. ഏതാ ഇക്വേഷൻ നമ്മുടേത്? അത് ഈ A + BX + CX² എഴുതണം. അപ്പോൾ എയുടെ വാല്യൂ എഴുതണം, B × X എഴുതണം, C × X² എഴുതണം. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് വന്നപ്പം എയുടെ വില 21.27 + BX ആണ് പറയുന്നത്. ബിയുടെ വില 4.19x + CX² ആണ് പറയുന്നത്. സിയുടെ വില 0.064 x². അത്രയാണ് ഇതിൻ്റെ ആ ഒരു കർവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് 2005 വില എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 5ത്തെ വില എന്താ ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ വൈയുടെ വാല്യൂ ഇവിടെ എക്സിന് നമ്മൾ എന്ത് കൊടുത്താൽ മതി? നമ്മുടെ ഏതാണോ നമുക്ക് കിട്ടുന്ന വാല്യൂ വെച്ചാൽ അത് നമ്മൾ അപ്ലൈ ചെയ്യുക. 2004 വരെ നമുക്ക് വാല്യൂ 2 ആണ്. അപ്പോൾ 2005ത്തെ വാല്യൂ ആണ് ചോദിക്കുന്നത്. അപ്പോൾ 2 കഴിഞ്ഞാൽ ഏതാ വരിക? 3 അല്ലേ വരിക. അപ്പോൾ എക്സിന് നമ്മൾ എന്ത് കൊടുത്താൽ മതി? 3 എന്ന് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷനിൽ A + BX അപ്പോൾ B × 3 എന്ന് കൊടുക്കുക. ഇവിടെ x² പറയുന്നുണ്ട്. അപ്പോൾ 3A² ചെയ്യുക. അപ്പോൾ ഇവ തമ്മിൽ ഇൻറ്റു ചെയ്തതിന് ശേഷം ഫൈനൽ കിട്ടുന്ന ആൻസർ 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 36.58 വന്നു. അപ്പോൾ 1980. ഇതൊക്കെ തെറ്റാണ്. ഇവിടെ 80 അല്ല വരുന്നത്. നമ്മുടെ വർഷം ഏതാ? 2005ത്തെയാണ് നമ്മളിപ്പോൾ വാല്യൂ കണ്ടത്. 2005ത്തെ വാല്യൂ 36.58 ആണ്. അപ്പോൾ നമ്മൾ 2 ഉത്തരവും കണ്ടു. പാരാബോളിക് കർവ് ഫിറ്റ് ചെയ്യേണ്ട ഇക്വേഷനിലേക്ക് എത്തി. ഒപ്പം തന്നെ ട്രെൻഡ് വാല്യൂ 2005ലെയും കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നോൺ ലീനിയർ ഇക്വേഷൻ മോഡലിംഗ് സെക്കൻഡ് പാരാബോള എന്ന് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എക്സ്പോണൻഷ്യൽ ട്രെൻഡാണ്. ഇവിടെ ഇത് എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞാൽ y = AB⁻x ആണ് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെൻഡ് എപ്പോഴുണ്ടാവും? y വാല്യൂസ് ടെൻഡ് ടു ഫോം എ ജോമെട്രിക് പ്രോഗ്രഷനും x വാല്യൂസ് ഉണ്ടാവുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലും ആകുമ്പോഴാണ്. x വാല്യൂ അരിത്തമെറ്റിക്കും മറ്റത് y വാല്യൂ ജോമെട്രിക്കലും വരുമ്പോൾ ഇത് ഒരു സെമി ലോഗരിതമിക് പേപ്പറിൽ ലീനിയർ ടൈപ്പ് ഓഫ് ട്രെൻഡ് വിൽ അപ്പിയറൻസ് റിസൾട്ടിങ് കർവ് ദർഫോർ റെഫർ ടു ആസ് എ സെമി ലോഗരിതമിക് കർവ് എന്നാണ് ഇതിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ y വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെമി ആയിട്ട് ഒരു കർവാണ്, ലോഗരിതമിക് കർവാണ് കിട്ടുക. ഇവിടെ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് log y = log A + x log b എന്നാണ് ഇവിടെ ഇക്വേഷൻ വരിക. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ log y എന്ന് പറയുന്നത് log y പറഞ്ഞ വൈയും log a എന്ന് പറഞ്ഞ ക്യാപിറ്റൽ എയും log b എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയും ആണ്. അപ്പോൾ ഇക്വേഷൻ എന്തായി? y = A + bx എന്നാണ് വരിക. അപ്പോൾ ഇവിടെ സോൾവ് ചെയ്യാൻ 2 ഇക്വേഷനാണുള്ളത്. ഒന്ന് സിഗ്മ y കാണണം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെയാണ്. NA + B σx. സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് A സിഗ്മ x + B സിഗ്മ x². നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ്. എന്നിട്ട് അത് രണ്ടും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. അപ്പോൾ അവിടെ കിട്ടുന്ന A എന്ന് പറയുന്നത് ആൻറ്റിലോഗ് A ആണ്, B എന്ന് പറയുന്നത് ആൻറ്റിലോഗ് B ആണ്. എന്നിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ പറയുന്നത് y = AB⁻x നമ്മൾ ട്രെൻഡ് വാല്യൂസ് അത് വെച്ച് കണ്ടുപിടിക്കുക എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഒരു ട്രെൻഡ് ഫംഗ്ഷനാണ്. ഇയറും വാല്യൂവും തന്നിട്ടുണ്ട്. 2008 7 വരെ തന്നിട്ടുണ്ട്. 8ത്തെ വാല്യൂയും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ y = AB⁻x ലോഗരിതമിക് ബോത്ത് സൈഡിൽ ലോഗരിതം ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് log y എന്ന് പറയുമ്പോൾ log A + x log b എന്നാവും. അപ്പോൾ y എന്ന് പറയുന്നത് log y ആണ്, A എന്ന് പറയുന്നത് log A ആണ്, log b
ലോഗ് ബി ആണ്. അപ്പോൾ നമ്മൾ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് കിട്ടും. അപ്പോൾ നോർമൽ നമ്മുടെ ആ രണ്ട് ഇക്വേഷൻ ഇല്ലേ, സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സും സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയറും. ഇനി നമ്മുടെ ടേബിൾ വരയ്ക്കുമ്പം നമുക്ക് ടി വേണം, എക്സ് വാല്യൂ വേണം, വൈ വേണം. വൈ എന്ന് പറയുന്നത് ലോഗ് വൈ ഉണ്ട്, എക്സ് ഇൻറ്റു വൈ ഉണ്ട്, എക്സ് സ്ക്വയറും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ അപ്പോൾ ഇവിടെ നമ്മൾ മിഡിലത്തെ വാല്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടി മൈനസ് വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 93 അല്ല 2003 ആണ്. അപ്പം 2005 ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ടി 2003 മൈനസ് 2005, അപ്പോൾ -2, ഇത് -1, ഇത് 0, പിന്നെ 2005 മൈനസ് 2006, 2006 മൈനസ് 2005, അപ്പോൾ 1, 2007 മൈനസ് 2005 2, വാല്യൂ ഇവിടെ 0 ആയി. ഇനി y എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഓൾറെഡി തന്ന 1.64.5 ആ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ലോഗ് y കാണുക. അപ്പോൾ ലോഗരിതം ടേബിൾ യൂസ് ചെയ്തിട്ട് വേണം ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കുക. പിന്നെ എക്സ് വൈ എന്ന് പറയുന്നത് ഇതാണല്ലോ എക്സ് വാല്യൂ. അപ്പോൾ ഇത് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. നെക്സ്റ്റ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സിൻ്റെ ഡബിളായിട്ട് ചെയ്യുന്നത്. എല്ലാ കോളവും ടോട്ടൽ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നോർമൽ ഇക്വേഷൻ 5.6983 ഈക്വൽ ടു 5a ആണ്. രണ്ടാമത്തത് 4.736610b ആണ് വരുന്നത് ഇക്വേഷൻസ്. അപ്പോൾ അത് എ കാണുകയും എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഈ എമൗണ്ട് ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 1.14 കിട്ടും. ബി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 4.7366 ഡിവൈഡ് ബൈ 10 ചെയ്താൽ ബിയുടെ വാല്യൂവും കിട്ടി. ആൻറ്റിലോഗ് എ എന്ന് പറയുമ്പം ഈ 1.14ൻ്റെ ആൻറ്റിലോഗിരിതം കാണാം, അത് 13.8 ആണ്. ബിയുടെ 0.474ൻ്റെ ആൻറ്റിലോഗിരിതം കാണുമ്പോൾ 2.979 ആണ്. അപ്പോൾ അത് ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ y ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, എ പ്ലസ് ബി എക്സ് അല്ലേ. എയുടെ വാല്യൂ 13.8 പ്ലസ് ബി എ ബി റേസ് ടു എക്സ് ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എ ബി റേസ് ടു എക്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എയുടെ വാല്യൂ ഇത്, ബിയുടെ വാല്യൂ ഇത്. അപ്പോൾ എ ഇൻറ്റു ബി റേസ് ടു എക്സ്. ഈ എക്സിൻ്റെ വാല്യൂസിനനുസരിച്ചാണ് ട്രെൻഡ് മാറുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 2008 വരെ തന്നിട്ടുണ്ട്. അല്ല, 2008 കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8 കാണാമെന്ന് പറയുമ്പോൾ 7 വരെ വന്ന വാല്യൂ 2 ആണ്, 8 അപ്പോൾ 3 ആയിരിക്കും വാല്യൂ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് കൊടുക്കുക, 3 എന്ന് കൊടുക്കുക. ഈ റേസ് ടു എക്സ് എന്നുള്ളതിൻ്റെ അവിടെ 3 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഇത് എന്ത് ചെയ്യണം, ഇതിൻ്റെ ആണ് ഈ റേസ് ടു എന്നുള്ളത്. അപ്പോൾ ഇതിനെ 3 തവണ എഴുതി ഇൻറ്റു ചെയ്തതിന് ശേഷം ഇതുവരെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 364.83 കിട്ടും. അപ്പോൾ ഈ എ ബി റേസ് ടു എക്സ് ആണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അല്ലേ, ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. y ഈക്വൽ ടു എ ബി റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി റേസ് ടു എക്സ്. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എയുടെ വാല്യൂ ഇൻറ്റു ബി റേസ് ടു എക്സ്. അപ്പോൾ ഈ എക്സിൻ്റെ അവിടെയാണ് നമ്മൾ 3 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ 3 വട്ടം എഴുതി ഇൻറ്റു ചെയ്യാമെന്ന് അതിൻ്റെ അർത്ഥം. അത് കിട്ടിയതിനെ 13.8 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇങ്ങനെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 2 മെത്തേഡും കൂടി കഴിഞ്ഞാൽ നമ്മൾ ടൈം സീരീസ് കഴിഞ്ഞു. ഇവിടെ ജസ്റ്റ് അത് ഏത് ട്രെൻഡ് ഇക്വേഷൻ വേണമെന്ന് സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ടൈം സീരീസിൻ്റെ വാല്യൂ എപ്പോഴും ഇൻക്രീസോ ഡിക്രീസോ ആവുക, ഒരു കോൺസ്റ്റൻറ്റ് അബ്സല്യൂട്ട് എമൗണ്ടിൽ കൂടുക കുറയുകയോ ചെയ്യുമ്പോൾ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് എന്ന് പറയുന്നത് y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഹിസ്റ്റോഗ്രാം ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫാണ് പ്രൊവൈഡ് ചെയ്യാം. ഇനി ആ ട്രെൻഡ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണെങ്കിൽ ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു സെമി ലോഗരിതമിക് സ്കെയിലായിരിക്കും കിട്ടുക. അങ്ങനെ വരുമ്പോൾ ആ ഗ്രാഫ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനും ആൻഡ് അതിൻ്റെ വാല്യൂസൊക്കെ ഇൻക്രീസോ ഡിക്രീസോ ഒരു കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജിൽ മാറിക്കൊണ്ടിരിക്കും. അവിടെ ജോമെട്രിക് പ്രോഗ്രഷനാണ്, അതായത് അതിൻ്റെ കർവ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ y ഈക്വൽ ടു എ ബി റേസ് ടു എക്സ് ആണ്. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെമി ലോഗരിതമിക് സ്കെയിലായിരിക്കും, പക്ഷേ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല ഗ്രാഫ് ഉണ്ടാവുക, ഒരു കോൺകേവ് കർവ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അപ്വേർഡോ ഡൗൺവേർഡോ ആയിട്ട്. അപ്പോൾ ഇവിടെ 2nd ഡിഗ്രി കർവാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു
വീഡിയോയിൽ പറയാനുള്ള. ഇതോടുകൂടി നമ്മുടെ ടൈം സീരീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്